യെസ്, അഡോബ് ഫയർഫ്ലൈ. ഇത് യൂസ് ചെയ്ത് നമുക്ക് നമ്മുടെ ഇമാജിനേഷൻസ് റിയാലിറ്റി ആക്കാൻ സാധിക്കും. ഇത് പറയുമ്പോൾ ആദ്യം എൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്ത ഒരു സീനുണ്ട്. പണ്ടത്തെ ഒരു മൂവി ഉണ്ട്, ഗോഡ് ഫാദർ. ആ മൂവിയിൽ ഒരു സീനുണ്ട്. ബ്രഹ്മദത്തൻ നോക്കി നിൽക്കെ ഉടനെ നിറയെ കൈകളുള്ള വീര സത്തുമായി സുഭദ്ര. ഈ സീൻ നമ്മൾ എല്ലാവരും കണ്ട് ചിരിച്ചിട്ടുണ്ടായിരിക്കും അല്ലയോ? ഇത് ശ്രദ്ധിച്ചാൽ മതി. ആ കഥയിലെ ഓരോരോ ഡിസ്ക്രിപ്ഷൻസ് പറയുമ്പോഴും നമ്മുടെ ആ ഇമാജിനേഷൻസ് അവിടെ ഇങ്ങനെ തെളിഞ്ഞു വരുവാണ്. അത് കണ്ടാണ് പേടിക്കുന്നത്. ഇത് തന്നെയാണ് ഫയർഫ്ലൈ ചെയ്യുന്നത്. നമ്മൾ ഇമാജിൻ ചെയ്ത കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് ഒരു ഇമേജ് ആക്കി തരികയാണ് ഫയർഫ്ലൈ ചെയ്യുന്നത്. നമ്മളിപ്പോൾ നമ്മുടെ ഇമാജിനേഷൻ നമ്മൾ വേറൊരാളിലോട്ട് കൺവേ ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് വരണമെന്നില്ല. നമ്മൾ നമ്മുടെ ഇമാജിനേഷൻ കൺവേ ചെയ്യുന്നു, ആ കേൾക്കുന്ന ആൾ അത് കേട്ട് വേറൊരു ഇമാജിനേഷൻ ആയിരിക്കും, അയാളുടെ ഒരു ഇമാജിനേഷൻ ആയിരിക്കും അവിടെ വരുന്നത്. ഇത് കറക്റ്റ് ആയിട്ട് കൺവേ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരു ഇമേജ് രീതിയിൽ തന്നെ കാണിച്ചാൽ മാത്രമേ കൺവേ ചെയ്യാൻ സാധിക്കൂ. സോ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കാണാനായി ഈ പേജ് ഫോളോ ചെയ്യുക.